പാലാ മരീസനത്തിൽ പുതുതായി പണികഴിപ്പിച്ച സാന്ത്വന പരിചരണ ബ്ലോക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് ക്ലറിങ്ങാട്ട് കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ലാഭേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക എന്നതാണ് ഭാരത പാരമ്പര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ആരോഗ്യമില്ലാത്തവരുടെ പിതാവാണ് ഞാനെന്ന ദൈവവചനം പൂർത്തിയാക്കുന്ന ഇടമാണ് പാലാ മരീസനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരീസനത്തിൽ പുതുതായി നിർമ്മിച്ച പുതിയ പാലിയേറ്റീവ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വചനം, ആരുമില്ലാത്തവരുടെ പിതാവാണ് ഞാൻ എന്ന് ദൈവം അവരോട് പറയുന്നു. ആരുമില്ലാത്തവരുടെ പിതാവ് അത് ദൈവമാണ്. അതുപോലെ തന്നെ ഒരുത്തൻ ദുഃഖിക്കുകയാണെങ്കിൽ അവനോടൊപ്പം ദുഃഖിക്കാനും, ഒരുത്തൻ ബഹുമാനിക്കപ്പെടുകയാണെങ്കിൽ അവനോടൊപ്പം തന്നെ സന്തോഷിക്കുവാനും പറയുന്ന വേറൊരു വാക്യം ഞാനിവിടെ ഓർക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഇവർക്ക് സംഭവിച്ചത് നാളെ ആർക്കും സംഭവിക്കാം, നമുക്കും സംഭവിക്കാം. അത് ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ സംരക്ഷിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മനുഷ്യൻ എന്ന അളവുകോൽ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് മരീസനത്തിന്റെ സവിശേഷതയെന്ന് ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബിഷപ്പ് മാർ ജോസഫ് ക്ലറിങ്ങാട്ട് അഭിപ്രായപ്പെട്ടു. കരുണ കവിയുന്ന ഭവനം തൊട്ടുകൂടായ്മയുടെ ഇടങ്ങളെ പൂരിപ്പിക്കുന്നുവെന്നും പിതാവ് പറഞ്ഞു. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ് ഇതുപോലുള്ള ഭവനങ്ങളിൽ നടക്കുന്നത്. ശരിക്കും ഒരു ഇൻകാർണേഷൻ, മനുഷ്യാവതാരം ഇവിടെ നടക്കുന്നുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന വലിയൊരു ഇടമാണിവിടെ. കരുണ കരകവിയുന്ന ഭവനമാണ് മരീസനം. പ്രമുഖ കരാർ കമ്പനിയായ രാജി മാത്യു ആൻഡ് കമ്പനിയാണ് പാലാ മരീസനത്തിനായി സൗജന്യമായി ബഹുനില മന്ദിരം നിർമ്മിച്ചത്. യോഗത്തിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. ജോസ് കെ മാണി MP, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, PC ജോർജ് XMLA, BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, സന്തോഷ് മരീസനം, രാജി മാത്യു പാംബ്ലാനി, പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, ഫാദർ ജോർജ് പഴയപറമ്പിൽ, ബൈജു കൊല്ലംപറമ്പിൽ, പ്രൊഫസർ ടോമി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.